റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്ത് ലമ്മാ ഉരിജ ബി, ഞാൻ ആ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെ പോകാനുള്ള ജിബ്രീലിന്റെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് മറർത്തു ബി ഖൗമിൻ, ഞാൻ ഒരു കൂട്ടം ആളുകളുടെ അടുത്തുകൂടെ പോയി. ആ ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലഹും അദ്ഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ടെന്ന. നമ്മുടെ നഖം പോലെയല്ല, ചെമ്പിന്റെ നഖങ്ങളുണ്ട്. എന്നിട്ട് യഹ്ഫുശൂന വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖങ്ങൾ ഇങ്ങനെ മാന്തിപ്പൊളിക്കാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ പൈതങ്ങൾ, കുഞ്ഞുങ്ങൾ 3 മാസം 4 മാസമൊക്കെ ആകുമ്പോൾ അവരുടെ നഖം മുറിച്ചിട്ട് എന്ത് സംഭവിക്കും? അവരിങ്ങനെ കളിക്കുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ പാടുകൾ വരും. നമ്മളാരും ആ പണി ചെയ്യില്ലല്ലോ. നമ്മുടെ മുഖം മാന്തി പൊളിക്കോ? പരമാവധി നഖം കൊള്ളാതെ മുറിച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നടക്കുന്ന ആളുകൾ നമ്മളൊക്കെ. പരലോകത്ത് ഇരുമ്പിൻ്റെ നഖം കൊണ്ട് സ്വന്തം മുഖങ്ങളും വസുദൂറഹും, അവരുടെ നെഞ്ചകങ്ങളും മാന്തി കീറി വികൃതമായി നിൽക്കുന്ന മനുഷ്യരെ കാണാൻ സാധിച്ചു എന്നതാണ്. ഫഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ആരാണിവർ? ഈ കാണുന്ന മനുഷ്യരാരാണ്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നവരാണിവർ. മെഹ്റാജിൻ്റെ രാത്രിയിൽ ഈ കാഴ്ചയും കൂടി പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? സത്യസന്ധമായി പറഞ്ഞാൽ ഈ മിമ്പറിൽ നിൽക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും ഈ വിഷയത്തിൽ കൃത്യമായ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ശീലമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു 4 ആൾ കൂടുന്നിടത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ നേരത്തെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? അതെ, ഞാനില്ല എന്ന് പറഞ്ഞ് നമുക്ക് തൻ്റെടോ ആണത്തോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോന്ന് ഈ ദുനിയാവിൽ നമ്മൾ നോക്കേണ്ടത്. എൻ്റെ കൂട്ടുകാരൻ്റെ വാക്കുപടി ഞാൻ അപകടത്തിൽപ്പെടാം. ഈ സംസാരത്തിൽ ഞാനില്ല കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച, അവിടെ ഒരു അക്ഷരം നമ്മൾ മിണ്ടല്ല. ഞാനില്ല ഇതിൽ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സൂക്ഷ്മതയുടെ തലങ്ങളെ നശിപ്പിക്കുന്ന ഈ അപകടത്തെ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ അപകടത്തെ, അള്ളാഹുവിൻ്റെ നിന്യതക്കും കോപത്തിനും പാത്രമാകുന്ന ഈ അപകടത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരുടെ മുഖവും ഇവരുടെ നെഞ്ചകങ്ങളും മാന്തിപ്പൊളിക്കുന്ന ആളുകളാണ്. അതെന്താ ചെയ്യുന്നറിയോ? ഈ മനുഷ്യന്മാരുടെ അഭിമാനത്തെ ഇപ്പോൾ തെറ്റുപറ്റിയ മനുഷ്യരെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെ കൈകാര്യം ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഏത് തെറ്റുമായിക്കോട്ടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? 100 കണക്കിന് മനുഷ്യരെ കൊന്ന ആൾക്ക് പോലും പാപമോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എൻ്റെ റബ്ബിനോട് പാപമോചനം തേടി തൗബ ചെയ്ത് രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇവരുടെയൊക്കെ പാപഭാരം. ഒരു മനുഷ്യൻ നന്നാവാൻ പള്ളിയിൽ വന്നാൽ അവൻ നമ്മൾ പള്ളിയിൽ മര്യാദ നിസ്കരിപ്പിക്കോ? എന്ത് ശുചായിയാണ് ഈ വന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് അവനെ പിറ്റേ ദിവസം വരുത്തിക്കൂല. മനുഷ്യനോട് ഒരു ഉദാരതയും അവരുടെ അഭിമാനം